ശൗലിൻ്റെ മകനായ യോനാഥാനോട് ദയ തോന്നി. അവൻ്റെ മകനായ അഥവാ രണ്ട് കാലിനും സ്വാധീനമില്ലാത്ത മെബീബോശത്തിനെ രാജാവ് അവൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിപ്പാനും പാർപ്പാനും വേണ്ടി ശൗലിൻ്റെ ഭൃത്യനായിരുന്ന സീബായെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിലൂടെ പ്രതിസന്ധി നേരിടുമ്പോൾ അഥവാ അബ്ശാലോം രാജ്യം പിടിച്ചടക്കുവാൻ പദ്ധതിയിടുമ്പോൾ മെബീബോശത്ത് ഇപ്പോൾ പറയുന്നത്, എൻ്റെ പിതാവായ ശൗലിൻ്റെ രാജ്യത്വം ഇന്നെനിക്ക് തിരികെ ലഭിക്കുമെന്നാണ്. സ്വന്തമായി നടക്കുവാനോ ഓടുവാനോ യുദ്ധം ചെയ്യുവാനോ കഴിയാത്ത പരസഹായത്താൽ നടക്കുന്ന മെബീബോശത്തിൻ്റെ ആഗ്രഹം സിംഹാസനവും കസേരയുമാണ്. ഇത് ഇന്നത്തെ ആത്മീയ അധികാര വടംവലിയുടെ ഒരു നിഴലും കൂടിയാണ്. ഇവിടെ സ്വന്തം മകനായ അബ്ശാലോം ഒരു വശത്ത്, സ്വന്തമെന്ന് കരുതി കൂടെ നിർത്തിയ മെബീബോശത്ത് മറുവശത്തും, ഇവരുടെ നടുവിൽ നിൽക്കുന്ന ദാവീദും. നാം വിശ്വസിച്ചവരും നമ്മളുടെ സ്വന്തമെന്ന് കരുതിയവരും നമ്മെ തള്ളിക്കളഞ്ഞു എന്ന് വന്നേക്കാം. എന്നാൽ നീ ഭാരപ്പെടേണ്ട. നീ ചിന്തിക്കാത്ത സ്ഥലത്തുനിന്ന് ദൈവം നിനക്കായി ചിലരെ എഴുന്നേൽപ്പിക്കും.